എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നോമ്പ് തുറക്കുന്ന സമയത്ത് മാവ് കുഴയ്ക്കുകയും പരുത്തൊന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ രണ്ട് സ്നാക്സ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ രണ്ട് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഒരുപാട് നൈസാക്കാതെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ചെറിയ പച്ചമുളകാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. സവാള ഒരുപാട് അങ്ങ് വഴണ്ടി പോകേണ്ടെന്നും ആവശ്യമില്ല. അത്യാവശ്യം ഇതുപോലെ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇതിൽ നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഫില്ലിങ്ങിൽ ഉപ്പ് കൂടിപ്പോവും. ഇത് നന്നായിട്ട് ഇളക്കി ആ ഒരു പൊടികളുടെ എല്ലാം പച്ചച്ചൊവ മാറി വരുന്ന സമയത്ത് ഇതൊരു 400 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ ആണ്, എല്ലില്ലാത്ത ചിക്കന്. ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാത്രം ഉപ്പ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഈ ഒരു ചിക്കനും ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ബോൺലെസ് ചിക്കനും ആണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പം നമ്മുടെ ഇല്ലെങ്കിൽ നമ്മളൊരു സവാള വഴറ്റിയ സമയത്ത് ഒരു 3/4 ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീന് ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം ചെറുത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ. ഗ്രീൻ ക്യാപ്സിക്കം മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. റെഡ് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു റെഡ് ക്യാപ്സിക്കത്തിന് പകരം നമ്മൾ തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വെള്ളമയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു പരിവായിട്ട് വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ഒരു ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബണ്ണാണ്. ഓരോ ബണ്ണും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ നടുക്കുന്ന 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ബണ്ണും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ബണ്ണിൻ്റെയും ഒരു നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസ് ബണ്ണും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പുറത്തും അകത്തുമായിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ഫില്ലിങ് 1 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാത്തിലും തന്നെ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മസാല നിറച്ച് ഓരോന്നും ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും തന്നെ ആ ഒരു ഫില്ലിങ് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചും കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസാണ്.
ഈ ഒരു മൊസറല്ല ചീസ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്ലൈസ് ആണെങ്കിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ അത് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ് കേട്ടോ. നമ്മൾ പിസ്സക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ ഇല്ലേ, അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചീസൊക്കെ വെച്ച് കൊടുക്കാം. ബേക്കായിട്ട് വരുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചും ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചും ബേക്ക് ചെയ്യാം. ഞാനിത് 2 രീതിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഓവനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ തന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് റെഡിയായി കിട്ടും. ഇത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. അതിനായിട്ട് ഇതുപോലെ അടികട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ പാത്രം എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതും ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പാത്രത്തിൻ്റെ ഒക്കെ സൈഡിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മൂടിയിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലോ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത്. ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ആവി കയറി വരും. ആ ഒരു ആവിയിൽ ആ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും. ഫ്ലെയിം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ തീ നന്നായി കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഓവനിൽ വെച്ചത് കറക്റ്റ് എനിക്കൊരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതുണ്ടല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓവനിൽ വെക്കുന്ന അത്രയും മുകൾ ഭാഗം ഒരു ഡാർക്ക് കളർ ആവത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ നമുക്ക് ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. രണ്ടാമത്തെ ഈ ഒരു സ്നാക്സ് മുട്ട വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൽ നമുക്ക് മാവ് കുഴക്കുകയും പരത്തി എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ. പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ബ്രെഡ് എടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കുക. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓയിലേക്ക് നമുക്ക് ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അതിട്ട് കൊടുക്കാം. ഇതൊരു 2 പച്ചമുളകാണ്, ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സവാള നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഓവറായിട്ട് അങ്ങ് വഴഞ്ഞു പോകണ്ട. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് വഴണ്ടി വന്നാൽ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. പൊടികളുടെ ഒരു പച്ചച്ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇത് അത്യാവശ്യം ചെറിയൊരു ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് ആ ഒരു കട്ടിയുള്ളൊരു ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു 2 വെജിറ്റബിൾസും ഇതിൽ കിടന്ന് അത്യാവശ്യം നമുക്കൊന്ന് കുക്കായി കിട്ടണം. ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചെവി മാറാൻ വേണ്ടിയിട്ട് മാത്രം 1 ടേബിൾ സ്പൂൺ മാത്രം കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു വെജിറ്റബിൾസും അത്യാവശ്യം ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഒരു മയോണൈസ് ആണ് കേട്ടോ. മയോണൈസ് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ എഗ്ലെസ് മയോണൈസ് വേണം നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എഗ്ഗ് കൊണ്ടുള്ളൊരു മയോണൈസ് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളിൽ ഒരു പിരിവിരിപ്പ് പോലെ വരും. ആ ഒരു മുട്ട വെന്തിട്ട് അപ്പോൾ എഗ്ലെസ് മയോണൈസ് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് മാത്രം, വളരെ കുറച്ച് ഇതുപോലെ ഒരു 1/4 കപ്പ് പാലാണ് ഇട്ട് എടുത്തിരിക്കുന്നത്, പശുവിന് പാല്. ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീരെ ചെറിയ അല്ലി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ
രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ മയോണൈസ് റെഡിയാക്കിയിട്ട് എടുക്കത്തില്ല, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു കട്ടിക്ക് നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കണം. നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ഒരുപാട് സമയം ഒരു പാല് വെക്കരുത്, അപ്പം തന്നെ അങ്ങ് അടിച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ പാലങ്ങ് പിരിഞ്ഞു പോകും. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു 40 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 തവണ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, സാധാരണ നമ്മൾ മയോണൈസ് റെഡിയാക്കി എടുക്കുന്ന പോലെ ഈ ഒരു പരുവത്തിന് നമ്മൾ ഒന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ ഒരു 2-3 തവണയായിട്ട് നമ്മളിത് അടിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കട്ടിക്ക് നമ്മൾ ഈ ഒരു മയോണൈസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു മയോണൈസിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ടെടുത്താൽ മതി. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റ് ഒരു പാകത്തിനാണ്. അപ്പം നമ്മുടെ ഈ ഒരു എഗ്ലെസ് മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മയോണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ കറക്റ്റ് ഒരു അളവിലെടുത്തങ്ങ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മയോണൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയതാണ്. പുഴുങ്ങിയെടുത്തിരിക്കുന്ന മുട്ട ഇതുപോലെ 2ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ നമുക്കൊരു 10 സ്നാക്സ് ആണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലൊരു റൗണ്ട് അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് കണ്ടില്ലേ, കറക്റ്റ് ഒരു ബ്രെഡിന്റെ ഒരു വലുപ്പത്തിലെത്തുന്ന രീതിയിലുള്ളൊരു അടപ്പ് വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറിയതാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കരുത്. ആ ഒരു ബ്രെഡിന്റെ ഒരു മുഴുവൻ വലുപ്പത്തിലെത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടാക്കി. ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം വേസ്റ്റ് ആകത്തൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ബ്രെഡ് ക്രംസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ബ്രെഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന ഒരു ബ്രെഡ് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് പോലെ നല്ല തരിതരി പോലെ കിട്ടും. അപ്പോൾ അത് വേസ്റ്റ് ആകത്തില്ല കേട്ടോ. ബ്രെഡ് ക്രംസ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിലെങ്കിലും വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറുതാക്കരുത്. ചെറുതാക്കി എടുത്താൽ നമ്മളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഒട്ടിച്ചിട്ടെടുക്കാൻ പ്രയാസമാകും. അപ്പോൾ ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും തന്നെ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഗാർലിക് എഗ്ലെസ് മയോണൈസ് ആണ്. ഈ ഒരു മയോണൈസും ഒരുപാടായി പോകരുത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെച്ച് ഓരോന്നിലും ഒരു എഗ്ലെസ് മയോണൈസ് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഓരോ മുട്ടയും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും തന്നെ ആ ഒരു മുട്ടയും പകുതി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിക്കുമല്ല, ആ ഒരു പരുവത്തിന് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ബാറ്ററാണ്. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു മൈദയുടെ ഒരു ബാറ്ററില്ലേ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റൊരു റൗണ്ട് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് പതിയെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരുപാട് ബലത്തിലല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ല നമ്മളിതിലേക്ക് ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചിട്ടൊക്കെ എടുക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ വേണം കേട്ടോ. എങ്കിൽ മാത്രമേ അതൊന്നും പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനൊരു സൈഡെല്ലാം പതിയെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ യാതൊരു ടെൻഷനും പണിയൊന്നും ഇല്ലാതെ നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഒട്ടും തന്നെ ഗ്യാപ്പുകളില്ലാതെ ഒട്ടും തന്നെ പൊട്ടിയും പോകാതെ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു ബാറ്ററും ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിക്കുമല്ല, ആ ഒരു പരുവത്തിന് ഇത് കണ്ടില്ല ഈ ഒരു കട്ടിക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി വേണ്ടത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിച്ചം വന്ന ഒരു ബ്രെഡില്ലേ ആ ഒരു ബ്രെഡ് നമ്മൾ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. ആ ഒരു ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാനാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് കറുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് ആദ്യം മൈദയുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് കണ്ടില്ല, ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ആദ്യം ഒരു മൈദയുടെ ഒരു ബാറ്ററിൽ മുക്കി ആ ഒരു ബ്രെഡ് ക്രംസിൽ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി.
നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നമ്മൾ തീയൊന്നും കുറയ്ക്കൊന്നും വേണ്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ പെട്ടെന്ന് നമ്മളങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മളിത് ബ്രെഡിൽ ചെയ്തെടുത്തിരിക്കുന്നതാണെങ്കിലും ഒട്ടും തന്നെ ഇത് ഓയിലൊന്നും കുടിക്കത്തില്ല. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ല, ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കത്തുനിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൊണ്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു എഗ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഉള്ളിൽ നല്ലൊരു എഗ്ലെസ് മയോണൈസും അതുപോലെ തന്നെ മുട്ടയുടെ ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു ഫില്ലിംഗ് കൂടെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.